ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഏതൊരു വെച്ചാൽ നമ്മൾ ബഗ്ഗിയുടെ ആ ഒരു ടൗണിൽ പോയിട്ട് അമരവിടെ ഫൈറ്റ് ആവുന്നതും അമര ആ ഒരു വില്ലേജിനെ സേവ് ചെയ്യുന്നതും ഒക്കെയാണ്. അതിനുശേഷമുള്ള ഈ ഒരു യാത്രയിൽ നമ്മൾ നാമി അവരെ കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ നാമി ഇങ്ങനെ അവരോട് പോകുന്ന ഈ ഒരു സമയത്ത് അവരെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. അപ്പോഴാണ് സോറ അമ്മമാരൊക്കെ പറയുന്നത് ഗ്രാൻഡ് ലൈൻ കോൺക്വർ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നാമിക്കും ഭ്രാന്താവും. കാരണം അമ്മമാർ രണ്ട് ചെറിയ പൊടി ഷിപ്പിലാണ് ഗ്രാൻഡ് ലൈനിലോട്ട് പോകാൻ പോകുന്നത്. അവിടെ ഉള്ള ആപത്തുകളെ കുറിച്ചിട്ട് ഈ പൊട്ടന്മാർക്കൊന്നും അറിയത്തില്ല. നമ്മളെ നാമി ഒരു നാവിഗേറ്റർ ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് വലിയൊരു ബോട്ട് വേണം, നല്ലൊരു എല്ലാ ഫങ്ഷനൊക്കെ ഉള്ള നല്ലൊരു ബോട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ അടുത്തുള്ള വേറൊരു വില്ലേജിലോട്ടാണ് അവന്മാർ പോണത്. ആ ഒരു വില്ലേജ് കാണിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് പുതിയൊരു ക്യാരക്ടറെ കാണിക്കുന്നുണ്ട്. അവൻ്റെ പേരാണ് ഊസാപ്പ്. അപ്പം എനിക്ക് ഈ ഊസാപ്പ് എന്ന് എപ്പോഴും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഊസ എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല ഊസ എന്ന് പറയുമ്പം എന്തുവാണ്, യവനൊരു ലയറാണ്. യവൻ കള്ളം പറഞ്ഞ ആളുകളെ പറ്റിയൊക്കെയാണ് യവൻ്റെ പരിപാടി. അപ്പോൾ യവൻ്റെ ഡെയിലി ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ യവൻ ഡെയിലി ആളുകളെ ഉണർത്തണം തന്നെ. യവൻ ഒരു കള്ളം പറഞ്ഞുകൊണ്ടാണ് എല്ലാവരെയും ഉണർത്തുന്നത്. അപ്പോൾ യവൻ ചെയ്യണമെന്ന് വെച്ചാൽ യവൻ നേരെ ഓടിക്കൊണ്ട് നിന്ന് ആൾക്കാരെ അടുത്ത് പറയും, പൈററ്റ്സ് എല്ലാം നമ്മുടെ ടൗണിനെ ആക്രമിക്കാൻ വന്ന് എല്ലാവരെയും ജീവൻ വേണമെങ്കിൽ ഓടിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം യവൻ തന്നെ കളിയാക്കി ചിരിക്കും അവരൊക്കെ. അവസാനം ഈ നാട്ടുകാരൊക്കെ മനസ്സിലായി അവൻ പറയണ കള്ളമാണ്. പിന്നെ ആയപ്പോൾ ആൾക്കാരെന്തോ ചെയ്യും, അവനെ അറ്റാക്ക് ചെയ്യും. അവൻ ഇങ്ങനെ വന്ന് പറയുമ്പോൾ തന്നെ അവനെ അടിക്കാനായിട്ട് ഓടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ലൂഫിയും ടീമും കൂടെ അവിടെ വരുന്നത്. നമ്മളെ ഊസയുടെ കൂടെ കുറച്ച് കുട്ടിപ്പട്ടാളൊക്കെ ഉണ്ട്. അവൻ്റെ കള്ളങ്ങളൊക്കെ കേട്ട് അവൻ ഭയങ്കര കിടിലെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ കൊച്ചുങ്ങൾ വന്നിട്ട് അവൻ്റെ കൂടെ പറയും, നമ്മളെ ലാൻഡിൽ കുറച്ച് പൈററ്റ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യണം, അറ്റാക്ക് ചെയ്തിട്ട് നമ്മളെ ലാൻഡിൽ നമുക്ക് രക്ഷിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ ഊസയ്ക്ക് അതൊക്കെ കേൾക്കുമ്പം തോന്നുന്നു ആദ്യം ഓടി രക്ഷപ്പെടാൻ നോക്കും. പിന്നെ 3 പേരെ ഉള്ളെന്ന് അറിയുമ്പോൾ അവൻ അറ്റാക്ക് ചെയ്യാൻ വരും. അങ്ങനെ അവൻ എന്തോ അവൻ കുറേ പ്ലാനൊക്കെ ഇട്ടിട്ട് കുറേ കൊടികളൊക്കെ അവന്മാർ നിൽക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് കുത്തി വെച്ചിട്ട് അവൻ്റെ കൂട്ടത്തിൽ കുറേ മില്യൺസ് ഓഫ് ആളുകളുണ്ടെന്ന് അവന്മാരെ പ്രൂവ് ചെയ്യിപ്പിക്കും. അപ്പോൾ ലൂഫി പൊട്ടനായതുകൊണ്ട് ലൂഫി അതൊക്കെ അങ്ങ് വിശ്വസിക്കും. പക്ഷേ നാമിക്ക് ഭയങ്കര ബുദ്ധിയാണ്. നാമി അപ്പോഴേ കണ്ടുപിടിക്കും അവിടെ വേറെ ആരുമില്ല, ആകപ്പാടെ അവിടെ 3 പേരേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അവൻ്റെ പ്ലാനെല്ലാം പൊക്കി തൂക്കും. അപ്പോൾ ലൂഫിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ലൂഫിക്ക് വല്ലാതെ അവൻ്റെ കൂടെ ഒരു ഇത് തോന്നും. തോന്നും ലൂഫി എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ മൈൻഡഡ് ആണ്. അപ്പോൾ ലൂഫിക്ക് വല്ലാത്ത അവൻ്റെ കൂടെ ഒരു ഇഷ്ടം തോന്നും. അങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് പോകും. അവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ലൂഫിക്ക് ആദ്യമായിട്ട് തിന്നാനാണ്. ലൂഫി മെയിനായിട്ടും തിന്നാൻ വേണ്ടി നടക്കുന്ന ഒരുത്തനായിട്ട് യമാർ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോകും. അപ്പോൾ അവിടെ വെച്ചിട്ട് ലൂഫിക്ക് സത്യം പറഞ്ഞാൽ ലൂഫിക്ക് ഊസ ആരാണെന്ന് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ അവൻ മുമ്പ് ഷാങ്ക്സിൻ്റെ കൂടെ, ഊസയുടെ അച്ഛനാണ് ഈ ഷാങ്ക്സിൻ്റെ കൂടെ ഉള്ള ഒരുത്തൻ. അവൻ്റെ പേരാണ് യാസോപ്പ്. അപ്പോൾ യാസോപ്പ് ലൂഫി ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ നമ്മളെ യാസോപ്പ് മറ്റേ ഊസേനെ കുറിച്ചിട്ട് നമ്മൾ ലൂഫിയോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഷാങ്ക്സിനെ കണ്ടുമുട്ടുന്ന ആ ഒരു ടൈമിൽ. അങ്ങനെ അതൊക്കെ കേട്ട് നമ്മൾ ഊസയ്ക്കും സന്തോഷം. അപ്പോൾ അവനും അവൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അവൻ്റെ അച്ഛൻ ഇതേപോലെ ലാൻഡ് വിട്ട് പോയി, പൈലറ്റ് ആവാൻ വേണ്ടി പോയി, എനിക്കും ഇതേപോലെ പോകണം എനിക്ക് ഇതേപോലെ വലിയ പൈലറ്റ് ആവണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. അതേസമയം നോക്കുമ്പോൾ ഇവിടെ വേറൊരു മാൻഷനൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു പെണ്ണിനെ കാണിക്കുന്നത്, അവളുടെ പേരാണ് കായ. അവിടെ ഒരു ബട്ട്ലറിനെ കാണിക്കുന്നുണ്ട്, അവൻ്റെ പേരാണ് ക്ലാഹഡോർ. അപ്പം ആ പേര് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നില്ല, ബട്ട്ലർ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതേസമയം നമ്മളെ ഊസയും അവിടെ വരും. ഊസ ഈ പെണ്ണും തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. ഈ ഒരു പെണ്ണെന്ന് പറയുമ്പം ഈ ഒരു പെണ്ണിൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്തോ സിക്നസ് വന്നിട്ട് അവർ മരിച്ചുപോയി, വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്രഷനിലാണ് ഈ പെണ്ണ് വർഷങ്ങളായിട്ട്. അപ്പം നമ്മളെ ഊസയ്ക്ക് മാത്രമാണ് എവളെ ചിരിപ്പിക്കാൻ പറ്റുന്നത്. വന്നിട്ട് അവൻ പറയുന്ന കള്ളങ്ങളും ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പം അതൊക്കെ എൻജോയ് ചെയ്ത് എവൾ ചിരിക്കും. നമ്മളെ ഊസ ഇവളെ കാണാൻ വരുന്നത് അവളെ വീട്ടിലുള്ളവരല്ല, അവളെ സെർവൻസിന് അവിടെ ഉള്ളവർക്കൊന്നും ഇഷ്ടമല്ല. അത് കാരണം തന്നെ വരുമ്പം അവിടെ ഉള്ളവർക്ക് അറ്റാക്ക് ചെയ്യുക, അവനെ ഓടിച്ചു വിടുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ലൂഫി അവിടെ വരുന്നുണ്ട്. അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ ക്ലാഡോറിനെ നമ്മളെ ഊസ പഠിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മളെ ഈ ക്ലാഡോർ എന്ന് പറയുന്ന ഈ ഒരാളെന്ന് വെച്ചാൽ നമ്മളെ കായയുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചതിന് ശേഷം അവളെ നോക്കുന്നതും അവളെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും ഈ ആളാണ്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് അയാളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേസമയം നോക്കുമ്പോൾ അവിടെ വേറൊരു കോമഡി ഒരു ക്യാരക്ടർ വരും. അപ്പോൾ ഒരു ഹിപ്നോട്ടൈസറാണ്. അവൻ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പം അവൻ്റെ ഹിപ്നോട്ടൈസേഷൻ കണ്ട് അവൻ തന്നെ അങ്ങ് മയങ്ങി പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അവന് വില്ലനാണ്, അവനും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതേസമയം നോക്കുമ്പം നമ്മളെ ക്ലാഡോറും ഈ ഒരു വില്ലനും കൂടെ ഒരു കടൽ തീരത്ത് നിന്നിട്ട് കുറേ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അത് നമ്മളെ ഊസാപ്പും ആരുമാണ് നമ്മളെ ലൂഫിയും കൂടെ ഒളിച്ചിന്ന് കേൾക്കും. ഇവന്മാർ പ്ലാൻ ചെയ്യുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഈ ക്ലാഡോർ ഒരു വില്ലനാണ്. അപ്പം ഇവന്മാർ പ്ലാൻ ചെയ്യുന്നത് തന്നെ നമ്മൾ ആ കായയുടെ ആ ഒരു മാൻഷനൊക്കെ അടിച്ചു മാറ്റാനും ഈ ഒരു വില്ലേജിനെ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ ആൾക്കാരെയൊക്കെ കീഴ്പ്പെടുത്താനും ഒക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു പൈലറ്റ് ആയിരുന്നു. അപ്പം അവിടെ ഉള്ള നേവി ഓഫീസേഴ്സിൻ്റെ ഒക്കെ കണ്ണിൽ പൊടിയിട്ടിട്ട് എന്തോ ചെയ്യും,
ഇവൻ പൈററ്റ് അല്ല എന്ന് ഇവൻ മരിച്ചെന്ന് അവരെ കൊണ്ടൊക്കെ വിശ്വസിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു മറവ് നിന്നിട്ട് ഗുണ്ടായിസം കാണിക്കുന്ന ടീമാണ് അവൻ. അപ്പം യവന്മാർ പ്ലാൻ ചെയ്യുന്നത് എന്തുവാണ്, നമ്മൾ ലൂഫിയും നമ്മളെ ആരെയാണ് നമ്മളെ ഊസാപ്പും കൂടെ കേൾക്കും. ഇവന്മാരിങ്ങനെ കായനെയും കൊല്ലും, അതുപോലെ ഈ നാട്ടുകാരെയും കൊല്ലും എന്നൊക്കെ പറയണ കേൾക്കുമ്പം നമ്മളെ ഊസാപ്പിന് ഭയങ്കരമായിട്ട് ഫിയറാവും. അപ്പോൾ അതേ സമയം നോക്കുമ്പോൾ എന്തുവാണ് നമ്മളെ ലൂഫി എന്തോ ഈ ഇവന്മാർ ഒളിച്ചിരിക്കുകയായിരുന്നു. ലൂഫി എണീച്ച് നിന്നിട്ട് നീ ആ പെണ്ണിനെ ഒന്നും ചെയ്യില്ല, ചെന്നാൽ നിന്നെ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞിട്ട് ലൂഫി ഭയങ്കര ഡയലോഗ് അടിക്കും. അപ്പോൾ അത് കേട്ടിട്ട് യവന്മാർ ആരെയാണ് നമ്മൾ ലൂഫിനെ ഊസാപ്പിനെ നോട്ട് ചെയ്യും. അപ്പോൾ നമ്മളെ കൂടെ ആരുണ്ട്, നമ്മളെ കൂടെ ഒരു ഹിപ്നോട്ടൈസറുണ്ട്. അപ്പോൾ ഇവൻ്റെ ഹിപ്നോട്ടിസം യൂസ് ചെയ്തിട്ട് നമ്മളെ ലൂഫിനെ ഉറക്കും. ലൂഫിനെ ഉറക്കുമ്പോൾ ലൂഫി എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പൊട്ടനും കൂടെ ഉറങ്ങും, ഈ ഹിപ്നോട്ടൈസർ ഉറങ്ങും. അപ്പോൾ ലൂഫി നേരെ ആ ഒരു ബോധമില്ലാതെ ഉറങ്ങിപ്പോയിട്ട് നേരെ ആ ഒരു ക്ലിഫിൽ നിന്ന് വന്നങ്ങ് താഴെ വീഴും. അതും കൂടെ ആകുമ്പോൾ നമ്മളെ ഊസയുടെ കിളിയെല്ലാം അങ്ങ് മറക്കും. അപ്പോൾ എങ്ങനെയും ഇത് ഈ ഒരു കാര്യം നാട്ടുകാരെയും നമ്മളെ കായനൊക്കെ അറിയിക്കണമെന്ന് പറഞ്ഞ് അവരെ അടുത്തോട്ടങ്ങ് ഓടും. അപ്പം സംഭവം ഒരു കള്ളം പറയുന്ന ഒരുത്തനാണ്, ആളെ പറ്റിക്കുന്ന ഒരുത്തനായതുകൊണ്ട് തന്നെ ചെന്നിട്ട് ആ ഒരു നാട്ടുകാരോടൊക്കെ ഈ ഒരു കാര്യം പറയുമ്പോൾ അവരാരും ഇതൊന്നും വിശ്വസിക്കില്ല. അവരെന്ത് ചെയ്യും, എന്നും പറയണ പോലെ കള്ളം പറയണമെന്ന് പറഞ്ഞിട്ട് അവരവനെ കളിയാക്കി അവരവനെ അടിച്ചോടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ മൊത്തത്തിൽ അങ്ങ് വിഷമാവും. അപ്പോൾ യവനെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ നേരെ ചെന്നിട്ട് ഓടി ചെന്ന് കായലെടുക്കെ പോകും. കായലെടുക്കെ പോയി കാര്യം പറയാനായിട്ട് പോകുമ്പോഴത്തേക്കും അവളും അക്സെപ്റ്റ് ചെയ്യില്ല. അവൻ പറയുന്നത് ആരെയാണ്, നമ്മളെ ബട്ട്ലറിനെ കുറിച്ചിട്ടാണ് അവൻ പറയുന്നത്. അവനിങ്ങനെ നിന്നെ കൊല്ലാൻ പോകും, നിൻ്റെ എല്ലാം സ്വത്തെല്ലാം സ്വന്തമാക്കും അങ്ങനെയൊക്കെ പറയുമ്പോഴും അവൾ വിശ്വസിക്കില്ല. കാരണം അവൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പം അയാളെക്കുറിച്ചിട്ട് വന്ന് പറയുമ്പം യവനെയാണ് പൊട്ടനായിട്ട് കാണുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഊസയ്ക്ക് എന്തോ ചെയ്യാമെന്നറിയാതെ എന്തോ ചെയ്യും, എവളെ എടുത്തുകൊണ്ട് ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഓടി രക്ഷപ്പെടാനൊക്കെ പോകും. അപ്പോൾ ഇവൾക്ക് എല്ലാം കൂടെ കേട്ടിട്ട് മൊത്തത്തിൽ ഒരു ടെൻഷനായിരിക്കുക. അപ്പോൾ എവളെന്തോ ചെയ്യും, അവൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാതെ നമ്മളെ ഊസയ്ക്ക് ഓങ്ങി ഒരു അടി കൊടുക്കും. അതേസമയം എന്തോ ചെയ്യും, അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അവൻ വന്നിട്ട് ഊസയുടെ കയ്യിലൊക്കെ വെടിവെക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനൊക്കെ ശേഷം അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. എന്നിട്ട് അവൻ നേരെ ലൂഫിയുടെയും നമ്മളെ ക്രൂവിൻ്റെയും അടുത്തെത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയും. പറയുന്ന ആരും വിശ്വസിക്കുന്നില്ല. പിള്ളേരെ മുമ്പൊക്കെ ചിരിച്ചും കളിച്ചൊക്കെ നടക്കും. എന്നിട്ട് നമ്മളെ ലൂഫിയിലേക്ക് അടുത്ത് പോയിട്ട് കാര്യങ്ങളെല്ലാം പറയും. പറയുന്നത് ഇതേപോലെ ഒരു കള്ളനല്ല ലയറാണ്. നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, കായ പോലും പറയുന്നൊന്നും കേൾക്കുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമൊക്കെ ചെയ്യും. അപ്പം ലൂഫി എന്തോ ചെയ്യും, ലൂഫി ഒരു മോട്ടിവേഷൻ പോലെയൊക്കെ പറഞ്ഞ് ലൂഫി നിന്നെ ഹെൽപ്പ് ചെയ്യാം, നമ്മളെ കൂടെ വയ്ക്ക് അങ്ങനെയൊക്കെ പറയും. നമ്മളെ ഊസ എന്ന് പറയുന്ന ഒരു ഫൂലൊക്കെ പേടിത്തുണ്ടാണ്. എല്ലാ കാര്യവും പേടിക്കണം. ആരെങ്കിലും അടിക്കാൻ പോയാലും മുട്ടുകാല കിടന്ന് മറക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതേസമയം നമ്മളെ ബട്ട്ലർ നോക്കുകയാണെങ്കിൽ അവൻ നമ്മളെ കായയുടെ മാൻഷനിലുള്ള എല്ലാവരെയും കൊന്നിട്ട് അവൻ്റെ ഒരു വെപ്പണൊക്കെ വെച്ചിട്ട് എല്ലാവരെയും കൊന്നിട്ട് അവിടെ നിൽക്കുന്നത് കാണാം നമുക്ക്. അപ്പോൾ ഈ പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസമാണ് നമ്മളെ ഈ ഒരു ടൗണിൽ അവൻ്റെ ആ ഒരു ബട്ട്ലറിൻ്റെ പൈലറ്റ് വന്ന് ആ ടൗൺ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഊസയ്ക്കും ലൂഫിക്കും എല്ലാം അവന്മാരെ പ്ലാൻ അറിയാം. അത് കാരണം അവന്മാർ വരുന്ന വഴി യവന്മാർ കുറേ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ യവന്മാർ വരുന്ന വേറൊരു ഓപ്പോസിറ്റ് വഴിയാണ്. ഈ പൊട്ടന്മാരെന്തോ ചെയ്യും, ഈ പൊട്ടന്മാർ അതിൻ്റെ ഓപ്പോസിറ്റ് വഴി പോയിട്ട് അവന്മാരെ കാത്തു വയ്ക്കും. പിന്നെ അവന്മാർ വരുന്ന ഓപ്പോസിറ്റ് വഴിയാണ് അവന്മാരെ തിരിച്ചറിഞ്ഞിട്ട് ആരെയാണ് നമ്മളെ ഊസയും നാമിയും കൂടെ അങ്ങ് പോകും. സോറോ നോക്കുമ്പോൾ അവൻ വെച്ച ട്രാപ്പിൽ അവൻ തന്നെ പെട്ടിട്ട് അവിടെ എണീക്കാൻ വയ്യാതെ കിടക്കും. അവസാനം അവൻ സോഡൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് എന്തോ ഒരു ഓയിൽ പോലത്തെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചൊക്കെയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സോഡൊക്കെ വെച്ചിട്ട് അവൻ കുത്തി അവനും രക്ഷപ്പെട്ട് വരും. ഈ സമയം നമ്മളെ ലൂഫി നോക്കുകയാണെങ്കിൽ ലൂഫി ഓടിപ്പോവും. ലൂഫി ഭയങ്കരമായിട്ട് അവരെ കാണാൻ വേണ്ടി ഓടിപ്പോയി ചെന്ന് ഒരു വാലിലിടിച്ചിരിക്കും. കാരണം ഇവൻ പോണ ഒരു തെറ്റായിട്ടുള്ളൊരു വഴിയാണ്. നമ്മളെ ഊസ് അവൻ്റെ കൂടെ പറഞ്ഞില്ലേ ഏത് വഴിയാണ് പോകേണ്ടത്, നോർത്ത് സൈഡിലോട്ട് മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നോർത്ത് ഏതാണെന്ന് അവന് അറിഞ്ഞൂടാ, ഈ പൊട്ടനെ അറിഞ്ഞൂടാ. അത് തന്നെ അവൻ ഏതാ വഴി പോയി കുറേ കറങ്ങൊക്കെ ഇറങ്ങിയിട്ട് നിൽക്കും. അതേസമയം നോക്കാം നമ്മളെ ഊസയും നാമി അവിടെ നിൽക്കും. അവിടെ എത്തിയിട്ട് നമ്മളെ ഈ ഒരു പൈററ്റ്സിൻ്റെ കൂടെ ഇവർ ഫൈറ്റ് ചെയ്യും. ഇവർക്ക് രണ്ടുപേർക്കും അവന്മാരൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. യവന്മാർ നമ്മളെ ഊസൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ പൈററ്റ്സിൻ്റെ കാലിലൊക്കെ പിടിച്ചിട്ട് അവൻ്റെ നാട്ടിനൊന്നും ചെയ്യൽ, നാട്ടുകാരൊന്നും ചെയ്യലൊക്കെ പറഞ്ഞിട്ട് അവരോട് കഞ്ചും. ആ സമയം പെട്ടെന്ന് അവിടെ ഒരു ബോംബ് പൊട്ടണ പോലെ പൊട്ടിയിട്ട് നമ്മളെ എനിമി പൈററ്റ്സ് എല്ലാം പറന്ന് പോകണമാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ നമ്മളെ സോറോയും ലൂഫിയും വന്ന് നിൽക്കും. അപ്പോൾ യവന്മാർ അടിച്ച് പറത്തണേണ് അവന്മാരെ. അപ്പം ഈ സമയം എന്തുവാണ് നമ്മളെ നാമിക്കും സോറോയും നമ്മളെ ഊസാപ്പിനും ഒരു ഹാപ്പി ആകും. അതേസമയം നോക്കാം നമ്മളെ ഹിപ്നോട്ടൈസർ അവിടെ നിൽക്കും. ഈ ഒരു സമയത്ത് എന്തോ ചെയ്യുകയെന്ന് വെച്ചാൽ അവൻ്റെ ആ ഒരു ഹിപ്നോട്ടൈസിങ് സ്കില്ല് വെച്ചിട്ട് നമ്മൾ ആ ഒരു പേടിത്തൊണ്ടന്മാരായ ആ ഒരു പൈലറ്റ്സിനൊക്കെ അവൻ ഭയങ്കര ധൈര്യശാലികളാക്കിയിട്ട് യവന്മാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരും. അതേസമയം നമ്മളെ ലൂഫി എന്തോ ചെയ്യും, മറ്റേ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന അത് നോക്കിക്കൊണ്ട് നിന്നിട്ട് ലൂഫിക്കും ഭ്രാന്താവും. അങ്ങനെ ലൂഫി അവന്മാരുമായിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റൊക്കെ നടക്കും. ലൂഫിയുടെ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ ഫാസ്റ്റ് ആയിട്ടുള്ള കുറേ പഞ്ചസൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നതിൽ. അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് നേരെ ചെന്നിട്ട്
അവന്മാരൊന്ന് ബോട്ടൊക്കെ അടിച്ചങ്ങ് നശിപ്പിക്കും. അപ്പം മറ്റേ വന്ന് ആ ഹിപ്നോട്ടൈസർ വന്നിട്ട് അവനെ വീണ്ടും ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവനവിടെ ഉറക്കി കിടക്കും. ഈ സമയം നമ്മളെ കായയുടെ മാൻഷനിൽ ഒരു സെർവൻറ്റിന് അവന് ജീവൻ കാണും. അപ്പോൾ അവൻ വന്നിട്ട് നമ്മളെ കായയുടെ ഒരു കാര്യം എല്ലാം പറയും. അപ്പം കായയ്ക്കും വല്ലാത്ത ടെൻഷനാകും. കാരണം ഊസാപ്പിനെ ഇതേപോലെ അടിച്ച് പറഞ്ഞു വിട്ട് അവൻ പറയുന്നത് സത്യമായിരുന്നു എന്നൊക്കെ അവൾക്ക് മനസ്സിലാവും. അങ്ങനെ എന്തോ അവൾ നേരെ ഊസാപ്പിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുക്കോട്ട് പോകും. ഈ സമയം നോക്കുമ്പോൾ അവിടെ ഇനി നമ്മൾ സോറോ മാത്രമേ ഉള്ളൂ. സോറോയാണ് ഇനി അവിടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോറോനെ അടിക്കാൻ വേണ്ടിയിട്ട് 2 ടീം വരും. അവന്മാർ നല്ല ടഫ് കൊടുക്കുന്നുണ്ട് സോറോയ്ക്ക്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മളെ നോമിയും നമ്മളെ ഊസോയും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സോറോയുടെ സോഡൊക്കെ അവന്മാർ എടുത്ത് കളയും. അപ്പോൾ അതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നാമി പോകുമ്പോൾ നാമീനെ മറ്റേ നമ്മളെ ഹിപ്നോട്ടൈസർ അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു വെപ്പൺ കൊണ്ട് നാമിനെ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. ആ സമയത്ത് മറ്റേ ബട്ട്ലറും കൂടെ ഇവിടെ വരും. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ മൊത്തത്തിൽ ഓക്കെ ആവും. കാരണം നമ്മളെ സോറോ ഒറ്റയ്ക്കേ ഉള്ളൂ. ബാക്കി നമ്മളെ നാമി ഊസാപ്പും പൊട്ടന്മാരാണ്. അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം നോക്കുമ്പോൾ നമ്മളെ നാമി നമ്മൾ സോറോയുടെ സോഡെല്ലാം എടുത്ത് കൊടുക്കും. സോഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാൾ പുലിയാണ്. അപ്പോൾ അവൻ എന്തോ ചെയ്ത് അവൻ ആ ഒരു സോഡ് കിട്ടിയ ഉടനെ തന്നെ അവന്മാരെ കൂടെ ഉള്ള 2 പേരെ അവൻ സ്പോട്ട് ഔട്ട് ചെയ്ത് അവൻ വിൻ ചെയ്ത്. അപ്പം പിന്നെ ബാക്കിയുള്ളത് ആ ഒരു ബട്ട്ലർ മാത്രമേ ഉള്ളൂ. ഈ സമയം നോക്കി നമ്മളെ നാമി നമ്മളെ ലൂഫിനെ എണീപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് അവൻ കിടക്കുന്ന ആ ഒരു ഷിപ്പിൻ്റെ അടുക്കോട്ട് പോകും. അപ്പോൾ എന്തോ ചെയ്യും ആരാണ് മറ്റേ അതുകൊണ്ട് നമ്മളെ ഹിപ്നോട്ടൈസർ അവൻ്റെ ഇരുന്ന ആ ഒരു വെപ്പൺ എടുത്തിട്ട് നമ്മളെ നാമിൻ്റെ നേരെ അവൻ എറിയും. എവള് പെട്ടെന്ന് നിന്നിട്ട് നമ്മളെ ലൂഫിയുടെ തലയിൽ ഒരു ചവിട്ട് കൊടുക്കും. അങ്ങനെ ലൂഫി പെട്ടെന്ന് ഞെട്ടി എണീച്ചിട്ട് അവളെ കാലി പിടിച്ചങ്ങ് വലിച്ചിട്ട് അവൻ എണീച്ചിരിക്കുമ്പോൾ നേരെ വന്നിട്ട് ആ ഒരു റിങ് പോലത്തെ സാധനം നമ്മളെ ലൂഫിയുടെ വായിൽ വന്ന് ഇരിക്കും. എല്ലാവരും വിചാരിക്കും ലൂഫി തീർന്നു. അപ്പം ലൂഫി നോക്കുമ്പോൾ ലൂഫി ഈ സാധനം കടിച്ചങ്ങ് പൊട്ടിക്കും. എന്നിട്ട് അപ്പോഴും അവന് ആ സാധനം ഒന്ന് അവൻ്റെ പുറത്ത് കൊണ്ടല്ലോ ആ നാമി അവനെ ചവിട്ടിയതാണ് അവന് പ്രശ്നം. അവിടെ കിടന്നിട്ട് നാമീനെ ഉള്ള ചീത്തവിളി വിളിച്ചിട്ട് അവൻ നേരെ അവന്മാരോട് ഫൈറ്റ് ചെയ്യാൻ പോകും. ആ ഒരു സമയത്ത് നമ്മളെ കായ അവിടെ വരുന്നുണ്ട്. അപ്പം നമ്മളെ ഈ ഒരു ബട്ട്ലർ നോക്കുമ്പോൾ ഈ കായനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ ഊസ അതിൻ്റെ ഇടയിൽ പോയിട്ട് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം ആരൊക്കെയാണ് നമ്മളെ ഊസയ്ക്ക് നല്ലപോലെ അടിയൊക്കെ വീഴും. അവൻ നല്ല ഇഞ്ചേർഡ് ആവും. അപ്പം ഇതിനിടയ്ക്ക് കുറേ ഇമോഷണലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാര്യമില്ല. അപ്പോൾ അതിനിടയ്ക്ക് നോക്കുമ്പോൾ നമ്മളെ കായ നമ്മളെ കയ്യിൽ നിന്ന് തോക്കൊക്കെ എടുത്തിട്ട് അവനെ വെടിവെക്കാനൊക്കെ പോകും. ഈ തക്കം നോക്കിയിട്ട് നമ്മളെ ലൂഫി പെട്ടെന്ന് വന്നിട്ട് ഒരു സർപ്രൈസായിട്ടൊരു പഞ്ച് കൊടുക്കും. അപ്പോൾ ഈ ഒരു ബട്ടിൽ പറന്നു പോയി താഴെ വീഴും. അപ്പോൾ അതേ തക്കം നോക്കിയിട്ട് നമ്മളെ കുട്ടിപ്പട്ടാളംസ് ഉണ്ട് അവിടെ. നമ്മളെ ഊസയുടെ കുട്ടിപ്പട്ടാളം വന്നിട്ട് നമ്മളെ ഈ ഒരു ബട്ട്ലറിനെ അവിടെ ഇട്ട് അടിക്കും. അപ്പം യവൻ ചാവേന്നുമില്ല. യവൻ പെട്ടെന്ന് എണീച്ചിട്ട് ഊസനെ അവന്മാരെല്ലാം അടിച്ചു ഓടിക്കും. അപ്പം നമ്മളെ ഹിപ്നോട്ടൈസർ നമ്മളെ സോറോയുടെ നേരത്തെ സോറ ഫിനിഷ് ചെയ്തിട്ടിരുന്ന 2 അവന്മാരെ അവൻ വീണ്ടും ഹിപ്നോട്ടൈസ് ചെയ്യും. എന്നിട്ട് സോറോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞു വിടും. അപ്പോൾ സോറോ എന്ത് ചെയ്യും, വീണ്ടും സോറോനെ അവന്മാർ വന്ന് പിടിച്ചു വെച്ചൊക്കെ ചെയ്യും. അപ്പം സോറോ വീണ്ടും അവന്മാരോട് ഫൈറ്റ് ചെയ്ത് വീണ്ടും അവനെ വെട്ടിയിടും. സോറോയുടെ വഴിക്ക് എന്ത് വന്നാലും അവൻ വെട്ടി തള്ളിയിട്ട് പോവേണേന്ന്. അവന് വേറെ നോക്കുമാക്കൊന്നുമില്ല. ഇതേ സമയം നമ്മളെ ലൂഫിയും ബട്ട്ലറുമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. അവൻ സത്യം പറഞ്ഞാൽ അവൻ ഭയങ്കര ഫാസ്റ്റാണ്. അവനെ പിടിക്കാൻ പോലും പറ്റത്തില്ല. അമ്മാതിരി ഫാസ്റ്റാണ് നമ്മളെ ബട്ട്ലർ. അപ്പോൾ ആ ലൂഫിയുടെ പഞ്ചും കിക്സും ഒന്നും അവൻ്റെ അടുക്ക് വർക്കാവുന്നില്ല. അവൻ പഞ്ച് ചെയ്യുമ്പോൾ ഇവൻ കയറിയിട്ട് അവൻ്റെ കയ്യിൽ നിന്നിട്ടാണ് ഇവൻ ഓടി വന്ന് ലൂഫിനെ അറ്റാക്ക് ചെയ്യുന്നത്. ലൂഫിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അപ്പം എന്നാലും ലൂഫി അവനോട് ഭയങ്കരമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം നോക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ കായനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹിപ്നോട്ടൈസർ പോകും. അപ്പോൾ നമ്മളെ കുട്ടിപ്പട്ടാളവും നമ്മളെ കായനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇവന്മാർ മാക്സിമം സർവൈവ് ചെയ്യാൻ നോക്കുന്നുണ്ട് അവിടെ. മാക്സിമം സർവൈവ് പോകുമ്പോൾ ഈ ഹിപ്നോട്ടൈസറിന് അവൻ്റെ ഇരിക്കുന്ന വെപ്പൺ വെച്ചിട്ട് അവിടെയുള്ള മരങ്ങളെല്ലാം വെട്ടി മുറിച്ചിട്ടൊക്കെയാണ് ഇവന്മാരെ സെർച്ച് ചെയ്യാൻ പോകുന്നത്. അതേസമയം നമ്മൾ ബട്ട്ലർ നോക്കുകയാണെങ്കിൽ അവൻ പുതിയൊരു സ്കില്ലൊക്കെ കാണിച്ച് ഒരു മോൺസ്റ്ററിനെ പോലെ ആവും. അവനെ പിന്നെ ആർക്കും കാണാനൊന്നും പറ്റില്ല. അവൻ വന്നിട്ട് അവൻ്റെ പൈറേറ്റ്സിനെ തന്നെ അവൻ വെട്ടിക്കൊല്ലും. അവൻ വെട്ടിക്കൊന്നിട്ട് അവൻ ലൂഫിനെ അറ്റാക്ക് ചെയ്യാൻ വരും. അവനെ സത്യം പറഞ്ഞാൽ അവനെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഫോമിൽ അവനെ കാണാനേ പറ്റത്തില്ല. അവൻ എന്താണ് ചെയ്യുന്നത്, എല്ലാവരെയും അവൻ്റെ കണ്ണിൽ കാണുന്ന എല്ലാവരെയും അവൻ വെട്ടിക്കൊല്ലും. ലൂഫിനൊക്കെ എന്ന് വെച്ചാൽ അന്നാവിനെ വെട്ടും. അപ്പം നമ്മൾ ലൂഫി എന്ന് വെച്ചാൽ ലൂഫി സീരിയസ് ആയി കഴിഞ്ഞാൽ പിന്നെ ലൂഫി മാസമാണ്. ലൂഫി അവനെ പിടിച്ചെടുത്ത് ഓങ്ങി തറയെ ഒറ്റയാടി. ഈ സമയത്ത് നമ്മളെ കായയുടെ അടുക്ക് നോക്കുകയാണെങ്കിൽ ആരാണ് നമ്മളെ ഹിപ്നോട്ടൈസർ വന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. നമ്മളെ കുട്ടിപ്പട്ടാളം അവന്മാർ വന്നിട്ട് അവളെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ഹിപ്നോട്ടൈസർ വന്നേക്കുന്നത് നമ്മളെ കായയിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ സമയം നോക്കുമ്പോൾ അവിടെ നമ്മളെ സോറോയും ഊസാപ്പും കൂടെ വരും. അപ്പോൾ യവന്മാർ വന്നിട്ട് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അതേസമയം നമ്മളെ ഇപ്പുറത്ത് നമ്മളെ ലൂഫിയുടെ സൈഡ് കാണിക്കുമ്പോൾ തന്നെ ആരെയാണ് നമ്മളെ ബട്ട്ലറിനെ ലൂഫി കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് മൂവ് ആവാൻ പറ്റത്തില്ല. അത് കാരണം ലൂഫി റബ്ബർമാനല്ലേ, അവൻ എങ്ങനെയെങ്കിലുമൊക്കെ അവനെ പിടിച്ചിട്ട് അവൻ്റെ തല കൊണ്ട് അവൻ അറ്റാക്ക് ചെയ്യും. നമ്മളെ ലൂഫി എന്നൊക്കെ പറഞ്ഞാൽ ലൂഫിക്ക് അവൻ്റെ ബോഡിയിലെ എല്ലാ പാർട്സും അവന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അവൻ്റെ അറ്റാക്കൊക്കെ വെറൈറ്റി അറ്റാക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവൻ്റെ കൂടെ വന്ന പൈലറ്റ്സ് എല്ലാം പേടിച്ചോളും. ഈ സമയം കൊണ്ട് നമ്മളെ ഊസയും സോറോയും കൂടെ മറ്റേ ആ ഒരു ഹിപ്നോട്ടൈസറിൻ്റെ കാര്യത്തിലും തീരുമാനമാകും.
ഈ ഒരു ഫൈറ്റ് കഴിയുമ്പോൾ പിന്നെ എല്ലാവരെയും നമ്മളെ ലൂഫിയുടെ സോറോനെയൊക്കെ എല്ലാവരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും. അപ്പോൾ അവന്മാരെല്ലാം പിന്നെ റെസ്റ്റിംഗ് മൂഡാണ്. പിന്നെ അവന്മാർക്ക് ഫുഡ് അടിയും റെസ്റ്റ് എടുപ്പൊക്കെ ആണ് അവന്മാരെ പരിപാടി. അപ്പം ഇതേ സമയം നമ്മളെ ഊസയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അവന്മാർ നമ്മളെ കുട്ടി പൈറേറ്റ്സിനെ ചേർക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ ഊസ അവൻ്റെ വലിയൊരു ബാഗും കൊണ്ട് അവൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതാണ്. അതേ സമയത്ത് ആരോ നമ്മളെ ആ ഒരു കായയും കായയുടെ വീട്ടുകാരും കൂടെ, വീട്ടുകാരല്ല അവളെ സെർവൻറ്റും കൂടെ നമ്മളെ ലൂഫിക്കും സോറയ്ക്കും എല്ലാവർക്കും കൂടെ ഒരു ഷിപ്പ് കൊടുക്കും. ഫ്രീ ആയിട്ട് അവർക്ക് ഒരു ഷിപ്പ് കൊടുക്കും. അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ ഊസ അവിടെ നിന്ന് അവൻ്റെ വലിയൊരു ബാഗ് കൊണ്ട് അവിടെ നിന്ന് ഉരുണ്ട് വരുന്നത്. അപ്പോൾ യവന്മാർ യവനെ ചവിട്ടി സ്റ്റോപ്പ് ചെയ്യും. ചവിട്ടിനൊക്കെ നല്ല കോമഡി സീനുകളാണ് അവിടെ. അപ്പോൾ എന്നിട്ട് ലൂഫി നമ്മളെ ഊസേനെ വിളിക്കും. ഈ ഊസ് നോക്കിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഊസേനെ ലൂഫി വിളിക്കും, എൻ്റെ ക്രൂവിൽ ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ യവനും ഭയങ്കരമായിട്ട് ഹാപ്പിയാവും. അങ്ങനെ അവൻ എല്ലാവരും കൂടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മളെ ലൂഫിയുടെ കൂടെ അവനും പോകും. അതൊക്കെ കണ്ടിട്ട് നമ്മളെ കായയും കായയുടെ സെർവൻറ്റും കൂടെ അവിടെ ചെയ്യും. കായ്ക്കെന്ന് പറയുമ്പോൾ കായ്ക്ക് നമ്മളെ ഉസാപ്പിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവൻ പോകണമെന്നും കണ്ടിട്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സീനിൽ വെച്ചിട്ട് ഇവിടെ ഈ ഒരു എപ്പിസോഡിന് വൈൻഡപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.